സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ചന്ദ്രനെ ഹിന്ദു രാഷ്ട്രമാക്കണം, ശിവശക്തി പോയിന്റ് തലസ്ഥാനമാക്കണം. ഇതൊക്കെ പെട്ടെന്നു തന്നെ വേണം താനും. ജിഹാദി ചിന്താഗതിക്കാർ ചന്ദ്രനിൽ എത്തുന്നതിന് മുൻപ് തന്നെ പറഞ്ഞതിൻ്റെ പാറ്റന്റ് ഹിന്ദു മഹാസഭ ദേശീയ അധ്യക്ഷൻ സ്വാമി ചക്രപാണിക്ക്. സ്വാമിയുടെ ഒരു ഈ ലോക ഭൂലോക തമാശ എന്ന് പെട്ടെന്ന് തോന്നിയ ഈ ലോക ട്രോളർമാർ പണി കൊടുക്കാൻ തിരക്കിട്ട് പണിയെടുക്കുന്നുമുണ്ട്. സൂര്യനെ ലക്ഷ്യം വെച്ച് വേറെ ഉപഗ്രഹം ഉടനെ പോകും. സ്വാമി അവിടെ രാഷ്ട്രം സ്ഥാപിച്ച് നേതാവായി ഭരണം നടത്തട്ടെ എന്നതടക്കം വാക് മിസൈലുകൾ ഈ ആകാശത്ത് നിന്ന് മിന്നിപ്പായുന്നുമുണ്ട്. എന്തുകൊണ്ട് രാഷ്ട്രം മാത്രമാക്കണം, മതഗോളം തന്നെ ആക്കാമല്ലോ എന്ന കമന്റും സ്വാഭാവികം. സ്വാമിയെ കുറ്റപ്പെടുത്താൻ വരട്ടെ. ചന്ദ്രനെ പിളർത്തിയ പ്രവാചകനെ കുറിച്ച് തൊണ്ട കീറി പറയുന്ന പലരും ഉണ്ടല്ലോ. ആ നിലയ്ക്ക് വല്ലവരും കയറി ചന്ദ്രന്റെ മേൽ അവകാശം സ്ഥാപിച്ചേക്കുമെന്ന് സ്വാമി ആശങ്കപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. എങ്കിലും എൻ്റെ ഗുരു എന്ന് അറിയാതെ വിളിച്ചു പോകും ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും. ചന്ദ്രവംശത്തിലും സൂര്യവംശത്തിലും പെട്ട രാജാക്കൾ ഇതിഹാസങ്ങളിലുണ്ട്. ആ നിലയ്ക്ക് ചന്ദ്രനെ മാത്രമല്ല സൂര്യനെ കൂടി ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞുകൂടായികയില്ല. എന്തായാലും വംശപാരമ്പര്യം അവകാശപ്പെട്ട് ചന്ദ്രനും സൂര്യനും തങ്ങളുടെ വകയെന്ന് ഇതുവരെ ആരും പ്രഖ്യാപിച്ചിട്ടില്ല. ഇതെല്ലാം തമാശ കാര്യം. പക്ഷേ ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ ഇത്തരം നേരം പോക്കുകളുടെ വിഷയങ്ങളായി കാണുന്നത് തമാശയല്ല. ഒരു കാരണവശാലും സ്വീകാര്യമല്ലാത്ത പ്രവണത. നമ്മുടെ ശാസ്ത്രജ്ഞർ 4 വർഷം കഠിനാധ്വാനം ചെയ്ത് ചാന്ദ്രയാൻ 3 ദൗത്യം വിജയിപ്പിച്ചെടുത്ത് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഒരു വിധത്തിൽ ചന്ദ്രനിലെ പിച്ചുവെപ്പ് മാത്രമാണ് കഴിഞ്ഞത്. അവർക്ക് ഇനിയും ഏറെ മുന്നേറാനുണ്ട് രാജ്യത്തിനും. അതിനിടെ ചന്ദ്രനു വേണ്ടി സ്റ്റാർ വാർസോ നക്ഷത്ര യുദ്ധമോ നടത്തുന്ന ഫാന്റസികളൊന്നും അവരുടെ ചിന്തയിലില്ല. അവരിൽ പല മതക്കാരായ വിശ്വാസികളുണ്ട്. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ടാകാം. അതൊക്കെ ഇസ്രോ ചെയർമാൻ എസ് സോമനാഥ് പറഞ്ഞതുപോലെ വ്യക്തിപരമായ ഇടത്തെ കാര്യം. ശാസ്ത്രജ്ഞരും ഭരണാധികാരികളും അങ്ങനെ തന്നെയാണ് ഇതുവരെ കാര്യങ്ങൾ കണ്ടുപോന്നിരുന്നത്. ശാസ്ത്രമണ്ഡലത്തിലേക്ക് ഒരു മതവിശ്വാസത്തിന്റെയും ആധിപത്യം കൊണ്ടുവരാൻ ഭരണരാഷ്ട്രീയ നേതൃത്വങ്ങൾ മുമ്പൊന്നും മുതിർന്നിട്ടില്ല. നിർഭാഗ്യവശാൽ അതിന് വിരുദ്ധമായ പല പ്രവണതകളും കഴിഞ്ഞ ഒരു ദശകത്തിൽ ഉണ്ടായി. ഇന്ത്യൻ ശാസ്ത്ര ലോകത്തിന്റെ മുഖ്യ ആവിഷ്കാര വേദികളിൽ ഒന്നായ ശാസ്ത്ര കോൺഗ്രസ് പ്രമുഖ ശാസ്ത്രജ്ഞരുടെയും യുവ ശാസ്ത്രജ്ഞരുടെയും ഒക്കെ പ്രബന്ധാവതരണങ്ങൾക്കും ആശയ ആവിഷ്കാരത്തിനും വേദിയാണ്. പ്രധാനമന്ത്രിയെ പോലുള്ള ഉന്നത നേതാവ് ഉദ്ഘാടനം മാത്രം നിർവഹിച്ചിരുന്ന സമ്മേളനങ്ങൾ. അവിടെ ബാക്കിയെല്ലാം യഥാർത്ഥ ശാസ്ത്രജ്ഞർക്ക് മാത്രം ചെയ്യാനുള്ള കാര്യങ്ങൾ. അവിടേക്ക് പ്രാചീന ശാസ്ത്രം എന്ന പേരിൽ ഇതിഹാസ കഥകളെ പ്രബന്ധമാക്കി അവതരിപ്പിക്കുന്ന പ്രവണത തുടങ്ങിയത് ഏതാനും വർഷം മുൻപ്. മുംബൈയിൽ 2015 നടന്ന 102ാം ശാസ്ത്ര കോൺഗ്രസിൽ ഭരദ്വാജ മഹർഷി വിമാന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരുന്നു എന്നും റഡാർ സാങ്കേതിക വിദ്യ അന്ന് നിലവിൽ ഉണ്ടായിരുന്നെന്നും മറ്റുമാണ് ചിലർ പ്രബന്ധമെന്ന പേരിട്ട് വിളമ്പിയത്. അന്നത്തെ സിംപോസിയത്തിൽ ശാസ്ത്രജ്ഞർക്ക് വരെയും അത് വിഴുങ്ങേണ്ടി വന്നു. ശാസ്ത്ര ഗവേഷണവുമായി വിദൂര ബന്ധം പോലും ഇല്ലാത്തവരുടെ കെട്ടുവേഷങ്ങൾക്ക് ശാസ്ത്ര സദസ് ഇരുന്നു കൊടുക്കേണ്ടി വന്നു. പിന്നീട് ചില മന്ത്രിമാരും നേതാക്കളും വരെ അത്തരം ചില സങ്കല്പങ്ങൾ ഔദ്യോഗികമാക്കി അവതരിപ്പിച്ചതും ജനങ്ങൾ കണ്ടു. എന്തിന് ചില ന്യായാധിപ ജിഹ്വകൾ വരെ ഇതിഹാസ ഭാവനകളെ ശാസ്ത്രീയം എന്ന മട്ടിൽ അവതരിപ്പിച്ചില്ലേ? മതബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ എത്തിയതിന്റെ തുടർച്ചയാണ് ഇത്തരം പ്രവണതകൾ മറയില്ലാതെ പുറത്തു വന്നത്. സ്വന്തം വിശ്വാസം എത്ര തെളിവോടെ പ്രഘോഷിക്കുന്നതും അവകാശം. എന്നാൽ ഇതിഹാസ ഭാവനകളെ ഔദ്യോഗിക വിജ്ഞാനമാക്കാൻ ശ്രമിക്കുന്നത് ആധുനിക സമൂഹം അംഗീകരിക്കില്ല. ഇന്ത്യൻ ജനതയുടെ പൊതുമനസ്സും
സ്വാമി ചക്രപാണിക്ക് ശാസ്ത്രത്തെ വഴിതെറ്റിക്കാനാവില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനെ ശരിവെക്കാൻ അദ്ദേഹത്തെ അന്ധമായി പിന്തുടരുന്ന ചിലരെങ്കിലും ഉണ്ടായേക്കാം. വഴി തെറ്റാവുന്ന ചില രാഷ്ട്രീയ നേതാക്കളും ഉണ്ടാകാമെന്നതാണ് ലജ്ജാകരം. എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന പാരമ്പര്യ ഭ്രമം ബാധിച്ച മട്ടിൽ ലോകത്തെ ഏത് ശാസ്ത്രവും വിദ്യയും പണ്ട് ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ മോഹിക്കുന്ന ചിലർ, അവരിൽ ചിലരുടെ വാദമാണ് ഭാരതത്തിന്റെ ശാസ്ത്രജ്ഞാനം അറബികൾ വഴി കൈക്കലാക്കിയാണ് യൂറോപ്യന്മാർ കണ്ടുപിടുത്തമെല്ലാം നടത്തിയത് എന്നത്. ഒരു പരികൽപ്പനയുടെ അത്ര ആധികാരികത പോലുമില്ലാത്ത അവകാശവാദം. കൊടുക്കും തോറും ഏറിടുന്നതല്ലേ വിദ്യ? അങ്ങനെയെങ്കിൽ അറബികൾക്കോ മറ്റാർക്കെങ്കിലുമോ കൊടുത്തത് വഴി ഭാരതത്തിന്റെ വിജ്ഞാനമേറി അവരെക്കാൾ ശാസ്ത്ര പുരോഗതി നേടേണ്ടതായിരുന്നില്ലേ ഇന്നത്തെ ഇന്ത്യ? അതോ ചുരുളാക്കി പൂട്ടിവെച്ചിരുന്ന ശാസ്ത്രജ്ഞാനം മുഴുവൻ അറബികളും യൂറോപ്യന്മാരും മോഷ്ടിച്ചു കൊണ്ടുപോയതയോടെ ഭാരതീയർക്ക് വിദ്യയില്ലാതെ പോയെന്നോ? ചാരപ്രവർത്തനം വഴി അമേരിക്കയുടെ അണുബോംബ് വിദ്യ സോവിയറ്റ് യൂണിയൻ ചോർത്തിയെന്ന് വന്നിട്ടും രണ്ടു രാജ്യങ്ങളും മുന്നേറിയതല്ലാതെ വിദ്യയിൽ പിന്നോട്ടടിച്ചില്ലല്ലോ. ഈ ചോദ്യങ്ങൾ ബാലിശമെങ്കിൽ അതിലേക്ക് നയിക്കുന്ന അവകാശവാദങ്ങളും ബാലിശമെന്നതിൽ സംശയം വേണ്ട. ഭാരതത്തിന്റെ വൈജ്ഞാനിക പാരമ്പര്യം സമ്പന്നമായിരുന്നു, ഉദാത്തമായിരുന്നു. പക്ഷേ എല്ലാ ആധുനിക വിജ്ഞാനവും ദർശനവും മതവിശ്വാസവും എന്തിന് ക്രിസ്തുവും ക്രൈസ്തവ തത്വങ്ങളുമെല്ലാം ഇവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന മട്ടിലുള്ള അവകാശവാദങ്ങളെ സഹതാപത്തോടെ മാത്രമേ കാണാനാവൂ. സ്വാമി ചക്രപാണിയുടെ വാക്കുകൾ നേരം പോക്കായി തോന്നുമെങ്കിലും വെളിപ്പെടുത്തുന്നത് കനപ്പെട്ട വസ്തുതകൾ തന്നെ. ജ്ഞാനി എന്ന് പലരും വിളിക്കുന്ന ഒരാൾ തുടരെ വാസ്തവ വിരുദ്ധത പറയുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കും? കത്തോലിക്ക സഭയെ തുടരെ വിമർശിക്കുന്ന വേദ സംസ്കൃത ജ്ഞാനിയുടെ പരിവേഷമുള്ള ഗുരുമൂർത്തി എന്ന വക്താവിനെ കുറിച്ചു തന്നെ. അദ്ദേഹം കേട്ടാലും ഇല്ലെങ്കിലും ചോദിക്കാനുള്ളത് ഇതാണ്: എന്താണ് താങ്കളുടെ ജ്ഞാനി പരിവേഷത്തിന് നിരക്കാത്ത അബദ്ധങ്ങളുടെ കാരണം? വാക്കുകളിലെ പിശകോ സാന്ദർഭികമായ അബദ്ധമോ അല്ല ഉദ്ദേശിക്കുന്നത്. പഴിക്കാനും ദുഷിക്കാനുമുള്ള ആവേശത്തിൽ പറയുന്ന പിശകിനെ തന്നെ. ക്രിസ്ത്യാനികൾ ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് മുരുകനോടാണത്രേ. താങ്കൾ ഉപരിദേവതകളിൽ ഒന്നായി കരുതുന്ന മുരുകനോട് ക്രൈസ്തവർ യുദ്ധത്തിലാണെന്ന് പറയുന്നതിന് താങ്കളുടെ ന്യായം ക്രൈസ്തവർ കുരിശിനെ ഉയർത്തിപ്പിടിക്കുന്നു എന്നതും വേലായുധമായ മുരുകനോട് പൊരുതാനാണ് പോലും കുരിശിനെ ഉയർത്തിക്കാട്ടുന്നത്. കുരിശിനെയും ക്രൈസ്തവരെയും സംബന്ധിച്ച് താങ്കളുടെ അറിവ് ഇത്രത്തോളം ശുഷ്കിച്ചതാണെന്ന് താങ്കളെ കേട്ട് കൈയടിക്കുന്ന സഹമതസ്ഥർ മനസ്സിലാക്കുന്നുണ്ടാവുന്നില്ല. അതുകൊണ്ട് അവരുടെ ഇടയിൽ താങ്കളുടെ നിലയ്ക്ക് മങ്ങലുണ്ടാവുമില്ല. മാത്രമല്ല, ഉശിരുള്ള പോരാളിയെന്ന് താങ്കളെ കുറിച്ച് അവർ കരുതുന്നുമുണ്ടാകാം. എന്നാലും പറയാം സഖേ, താങ്കൾ അറിവില്ലായ്മയുടെ മേൽ നിന്നാണ് ഈ മിഥ്യാധരം കൈപ്പറ്റുന്നത്. കാരണം ക്രൈസ്തവർക്ക് കുരിശ് താങ്കൾ പറയുന്നത് പോലെ ആരെയെങ്കിലും ആക്രമിക്കാനുള്ള ആയുധമല്ല. കുരിശു യുദ്ധത്തെ കുറിച്ച് ക്രൈസ്തവ വിരുദ്ധരും കത്തോലിക്ക വിരുദ്ധരും പറഞ്ഞു കേട്ട കഥകൾ വെച്ചാകാം താങ്കൾ ഒരു പോരുപകരണമായി അതിനെ കണ്ടത്. അല്ല സഹോദര, കുരിശ് ക്രൈസ്തവരെ സംബന്ധിച്ച് ദൈവത്തിന് മനുഷ്യരോടുള്ള തീരാത്ത സ്നേഹത്തിന്റെ അടയാളമാണ്. എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും കുരിശു രൂപം ഉപയോഗിക്കുന്നില്ല എന്നതും താങ്കൾ അറിഞ്ഞിരിക്കുക. ക്രിസ്തു ഒരു മിത്താണെന്ന് കരുതുന്ന താങ്കൾ ക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് അംഗീകരിക്കണമെന്നില്ല. പക്ഷേ വിമർശിക്കും മുമ്പ് ക്രൈസ്തവർ കുരിശിനെ എങ്ങനെയാണ് കരുതുന്നതെന്ന് നിശ്ചയമായും അറിയണം. അത് ജ്ഞാനിക്ക് അബദ്ധം പിണയാതിരിക്കാൻ മാത്രം. കുരിശ് മനുഷ്യൻ ദൈവത്തോട് കാട്ടിയ മാരകമായ അനുസരണക്കേടിന് ബദലായ മരണത്തോളം വഴങ്ങുന്ന അനുസരണത്തിന്റെ അടയാളമാണെന്നറിയുക. ആ അനുസരണവും മരണപീഡയും വഴി യേശു കുരിശിൽ കീഴടക്കിയത് സാത്താനെയാണ്.
അത് യേശുവിന് വേണ്ടിയല്ല, മനുഷ്യരാശിക്ക് വേണ്ടി. അതുവരെ കുരിശ് ശാപത്തിന്റെ അടയാളമായിരുന്നു. ക്രൂശിതരോടുള്ള ശാപത്തിന്റെ അടയാളം. കൊടും വേദന നിമിത്തം തന്നെ ജനിപ്പിച്ചവരടക്കം സർവ്വലോകത്തോടും ക്രൂശിതർ ചൊരിയുന്ന ശാപത്തിന്റെയും അടയാളം. അതിനു പകരം സർവ്വലോകത്തിനും അനുഗ്രഹം ചൊരിയുന്ന ഉപകരണമായി അന്ന് ആദ്യം രൂപപ്പെട്ടതാണ് യേശുവിന്റെ കുരിശ്. കൊള്ളക്കാരനായ സഹക്രൂശിതനെ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും നയിച്ച ഉപകരണമായും അത് മാറി. ആ കുരിശെ ഒഴിവാക്കാനും അതിൽ നിന്ന് ഇറങ്ങിപ്പോകാനുമാണ് സാത്താൻ യേശുവിനെ പ്രേരിപ്പിച്ചത്. കാരണം കുരിശിലെ സഹനമാണ് സാത്താന്റെ സമഗ്രാധിപത്യം തകരാതിരിക്കാൻ വേണ്ടി മനുഷ്യരക്ഷയ്ക്ക് നിമിത്തമായത്. കുരിശിൽ സഹനത്തിന്റെ പരമാവസ്ഥയിൽ കിടന്നാണ് യേശു തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ച് ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവം, സ്നേഹവും കരുണയും അനുഗ്രഹവും മാത്രമായ മുഖം ലോകത്തിന് കാട്ടിത്തന്നത്. ആ കുരിശിൽ കിടന്നാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് യേശു നിലവിളിച്ചതും. അത് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നത് പോലെ യേശുവിന്റെ തനത് ഭയവും നിലവിളിയും പരിഭ്രാന്തിയും ആയിരുന്നില്ല. പാപഫലമായി ഓരോ മനുഷ്യാത്മാവിനും വിധിക്കപ്പെട്ടതാണ് ദൈവവുമായുള്ള ഭയാനകമായ വേർപാട്. ആ ദുർവിധിയുടെ ആവിഷ്കാരമായിരുന്നു സഹോദര യേശുവിന്റെ നിലവിളി. അത് സ്വന്തം നിരാശയുടെ ഫലമല്ല, എങ്കിലും അവിടുന്ന് ഏറ്റെടുക്കേണ്ടി വന്നു. പാപമൊഴിച്ച് എല്ലാ മാനുഷിക ദുരന്തങ്ങളും ഏൽക്കേണ്ടിയിരുന്ന യേശു അത് ഏറ്റെടുത്തു സഹിച്ചത് ഓരോ മനുഷ്യനോടുമുള്ള സ്നേഹം നിമിത്തമാണ്. ക്രൈസ്തവർക്ക് കുരിശിന്റെ അർത്ഥം തങ്ങളെ വീണ്ടെടുത്ത ആ ദൈവസ്നേഹവും സാത്താനുമേലുള്ള വിജയവുമാണെന്ന് ഗ്രഹിക്കുക. അത് വിദ്വേഷത്തിന്റെയോ ലൗകികാധിപത്യത്തിന്റെയോ ഉപകരണമല്ല. കുരിശുമേന്തി മരണവിധിയിലേക്ക് നടന്ന യേശുവിനെ ധ്യാനിച്ചുള്ള പ്രാർത്ഥന യാത്ര ക്രൈസ്തവർക്ക് അങ്ങേയറ്റം പവിത്രവും അനുഗ്രഹപ്രദവുമാണെന്നും കൂടി സഹോദര അറിഞ്ഞിരിക്കുക. അതിനു വേണ്ടിയാണ് കുരിശ് ഉയർന്ന പ്രദേശത്ത് നാട്ടി പ്രാർത്ഥന യാത്ര നടത്തുന്നത് എന്ന സത്യവും സഹോദര അറിയാതെ പോകരുത്. അതിന്റെ നടത്തിപ്പിനെ കുറിച്ച് പ്രായോഗികമായ തർക്കങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതിന്റെ ലക്ഷ്യം മുരുകനോടുള്ള യുദ്ധപ്രഖ്യാപനമായി താങ്കൾ കാണാതിരിക്കുക. കുരിശിലെ സ്നേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. അത് ഹൃദയത്തിൽ അനുഭവിച്ചറിയുക തന്നെ വേണം. ഇതൊന്നും താങ്കൾ വിശ്വസിക്കുമെന്നില്ല. എങ്കിലും കുരിശിനെ കുറിച്ചുള്ള ക്രൈസ്തവരുടെ ഹൃദയഭാവവും ധാരണകളും താങ്കൾ ഗ്രഹിച്ചിരിക്കണം. വിമർശനം അബദ്ധമാകാതിരിക്കാനെങ്കിലും. ഇതൊന്നു മാത്രമല്ല, താങ്കൾ പറയുന്ന അബദ്ധം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയിൽ ആവിഷ്കൃതമായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ഫ്രാൻസിസ് സേവ്യർ എന്ന് തെറ്റിദ്ധരിച്ച് വിമർശിച്ചതും ചലച്ചിത്രകാരനെ ഇകഴ്ത്തിയതു മുതൽ എത്രയോ അബദ്ധങ്ങൾ. ഫ്രാൻസിസ് സേവ്യർ ഗോവയിൽ അനേകരെ കൊന്നൊടുക്കിയെന്നതും വാസ്തവ വിരുദ്ധമെന്ന് ചരിത്രം പറയുന്നു. കാരണം ആരോപിക്കപ്പെട്ട സംഭവത്തിന് വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം ഗോവ വിട്ടിരുന്നു. മറിച്ച് പറയുന്നവരുണ്ടായാൽ പോലും അതൊരു ചരിത്ര തർക്കമായി അംഗീകരിക്കാൻ തയ്യാറാകാതെ സ്വഭയിഷ്ടപ്രകാരം പ്രചാരണം നടത്തുകയാണ് താങ്കൾ ചെയ്തത്. അതുവഴി അറിയുന്നവരുടെ മുമ്പിൽ താങ്കൾ അബദ്ധം വിളമ്പിയവനായി. സ്വന്തം വിശ്വാസത്തെ സ്നേഹിക്കാം, സാക്ഷ്യപ്പെടുത്താം. അതിനുവേണ്ടി മറ്റൊന്നിനെ മാന്യമായി വിമർശിക്കാം. തുടർച്ചയായ വാസ്തവ വിരുദ്ധത ആകരുതെന്നു മാത്രം. ഇത് നിശ്ചയമായും താങ്കൾക്ക് കൂടിയുള്ള പാഠമാണ്. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.